മഴ പിടിച്ചു കഴിഞ്ഞാലേ നമുക്ക് പറമ്പിൽ കൂടെ നടന്ന എന്തെങ്കിലുമൊക്കെ കറി വെക്കാൻ കിട്ടൂലേ. ഇതാ ഇന്നിപ്പം ഇതിലെ നടന്നതാ ചീര പൊടിക്കുന്നത് കാണിക്കാൻ ഞാൻ എന്നറിയാം. അപ്പോഴത്തേനും മഴ പെയ്തു ഓടിക്കേറി. അപ്പൊ അതാ കുറച്ച് ചീര നല്ല തളിരലയാണ്. എല്ലാവരും തോരൻ വെക്കുന്നതായിരിക്കും. ചക്കക്കുരുവും ചീരയും കൂടെ തോരൻ വെക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമ്മുടെ ഈ വേലിയെ നിൽക്കുന്ന ആ ചീരയില്ലേ, മൈസൂർ ചീര അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു ഇതിന്റെ പേര്. അപ്പം ഞാനിത് ആ സൈഡിൽ കൂടെ മുഴുവൻ വെച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റ് അല്ലേ ഇത്. ചക്കക്കുരുവും ചീരയും കൂടെ തോരൻ വെച്ചാൽ നല്ലതാ. അതുപോലെ തന്നെ ഈ ചീര തന്നെ മുട്ടയിട്ട് ചിക്കി പൊരിച്ച് തോരൻ വെച്ചാൽ നല്ല. അപ്പൊ ഇന്ന് നമ്മള് മുട്ടയിട്ട് ചിക്കി പൊരിക്കാൻ പോവാണേ. അപ്പൊ ഞാനത് നല്ല തളിരെല നോക്കി കുറച്ച് പറിച്ചുകൊണ്ട് വന്നു. ഇനി ഇത് നന്നായിട്ട് കഴുകി എടുത്തായിരുന്നേ. അപ്പൊ ചുക്കിലിയൊക്കെ ഒന്ന് നോക്കിയെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് നല്ല പോലെ അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്നറിയോ? ഒരു പിടുത്തം തേങ്ങ അത്ര മതിയേ. ഒരു അര സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 മുട്ട. അത് നിങ്ങൾക്ക് 1 മുട്ടയാണെങ്കിലും 2 മുട്ടയാണെങ്കിലും കുഴപ്പമില്ല, ചീരയുടെ അളവനുസരിച്ച്. പിന്നെ ഇച്ചിരി കടുക്, എണ്ണ, ഇതൊക്കെ തന്നെ മതി. പച്ചമുളക്. അപ്പം എങ്ങനെ ഉണ്ടാക്കി നോക്കാവേ. ഇതാ ഇത് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഇലയൊക്കെ അരിഞ്ഞു വെച്ചു കേട്ടോ. ഇനിയില്ലേ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണ തന്നെ വേണം, നിർബന്ധ. കുറച്ച് കടുക് ഇട്ട് കൊടുത്തേ. എണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുകൊക്കെ പൊട്ടി വന്നപ്പോഴേ 2 വറ്റൽമുളക് ഇട്ടേ. ഇനി ഇതിലേക്ക് കുറച്ച് സവോള, അരമുറി സവോള ഒന്ന് അരിഞ്ഞതാണ് ചെറുതാക്കി. പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണേ. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്. തേങ്ങ കേട്ടോ, നമ്മൾ തേങ്ങയും ഇതും കൂടെ മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് ചെറുതായിട്ട് അരയ്ക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഈ ഇലക്കറികൾക്കൊന്നും അങ്ങനെ അരയ്ക്കാറില്ല. ഇങ്ങനെ ഒന്ന് ഞെരടി എടുക്കും. പാകത്തിന് ഉപ്പും കൂടെ ചേർക്കണേ. ഇലക്കറിക്ക് ഉപ്പ് ശ്രദ്ധിച്ച് ചേർക്കണം. കുറച്ച് ചേർത്താൽ മതി. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല ഇട്ട് കൊടുക്കാം. ചീരയുടെ ഇല മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്തെ മുട്ട ഒരു നുള്ളുപ്പ്, ഈ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്, ചീരയ്ക്കുള്ള നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു പിഞ്ചുപ്പ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇളക്കിയിടണ്ടേ. ചീരയൊക്കെ ഇന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഈ ഒരു തോരനെ. കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ നല്ലതാ. ഇനി ഇതിനെ ഇല്ലേ കുറച്ചും കൂടെ ഉണ്ടൊന്ന് ആവാനേ. പിന്നെ ഇങ്ങനെ നടുവൊന്ന് ഇതാക്കിയിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മൂടി വെച്ചേക്കാവേ. ഇനി ഇതിനെ നമുക്കൊന്ന് ചിക്കി എടുക്കണം. ചീരയുമായിട്ട് ഇതിനെ അങ്ങോട്ട് മിക്സ് ചെയ്തേക്കണം. ഉപ്പൊന്ന് നോക്കണം കേട്ടോ. ഒക്കെ ഉണ്ടാവും. ഇത്ര പരിപാടിയേ ഉള്ളൂ. സ്കൂളിൽ മുട്ടയൊക്കെ കൂട്ടാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരു തോരനും ആകും. മുട്ടയൊക്കെ അവർ കഴിക്കുകയും ചെയ്യും. സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തേക്കാവേ. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മുട്ട ചീര തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു തോരനല്ലേ. നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരായിരിക്കും. ഇല്ലാത്തവരാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ വേലിയിലൊക്കെ ഇങ്ങനെയുള്ള ആ വേലി ചീര അല്ലെ മൈസൂർ ചീര എന്നൊക്കെ പറയുന്ന ഒരു ചീരയാണ്. നല്ല ടേസ്റ്റ് അല്ലേ. ഉണ്ടാക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നാടൻ തോരൻ. മഴക്കാലത്ത് നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്ന ബാക്കിയുള്ള എല്ലാം പോയില്ലേ,
ഇനി കിളുത്ത് വരുന്ന ഈ സാധനങ്ങളൊക്കെ കൊണ്ട് തോരൻ വെച്ച് കഴിക്കാം. അടിപൊളിയല്ലേ? അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.